ശിവദാസ മാഷ് എഴുതിയ ആ ലേഖനം മുഴുവനും വായിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ വിചാരിക്കുന്നത് എന്തൊക്കെയെന്നുള്ളത് പോയിൻ്റായിട്ട് എഴുതിക്കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ബാലസാഹിത്യത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്, ബാലശാസ്ത്ര സാഹിത്യത്തെക്കുറിച്ച് രണ്ടാമത് വരുന്നു. വാസ്തവത്തിൽ അത് അങ്ങനെ ഒരു വ്യത്യാസം തന്നെ വെക്കേണ്ടതില്ല. ബാല സാഹിത്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ബാലശാസ്ത്ര സാഹിത്യവും വരും. കാരണം അത് രണ്ടും വേറെ വേറെ തിരിക്കാൻ പറ്റില്ല. കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രമൊക്കെ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ബാലസാഹിത്യം എങ്ങനെയെന്നുള്ളത് ആണ് ഞാൻ വിശദമായിട്ട്, അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിശദമായിട്ട് അത് തന്നെയാണ്. അത് തന്നെയാണ് ഞാനും പോയിന്റ്സ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, എനിക്ക് ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് തല്ലുണ്ടാക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ എപ്പോഴും പറയാറ്. അതായത് ബാലസാഹിത്യം ഒരു രണ്ടാം കടയാണെന്നുള്ളൊരു വിചാരം പൊതുവെ സാഹിത്യകാരന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. എഴുതുന്ന നമ്മളെ ഇടയിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം വരാറുണ്ട്. ചില ഒരു ചൊല്ലുന്ന അല്ലെങ്കിൽ പറയാറുണ്ട്, മുതിർന്നവർക്കുള്ള സാഹിത്യം എഴുതി പരാജയപ്പെടുന്നവരാണ് ബാലസാഹിത്യത്തിലേക്ക് വരുന്നത് എന്ന്. അത് കേട്ട അപ്പം ആദ്യം വാളെടുക്കാൻ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. 2-3 കാരണങ്ങളെ കൊണ്ട്. ഒന്ന്, എഴുതുന്ന കാലത്ത് എഴുതുമ്പോൾ അറിയാം ഒട്ടും എളുപ്പമല്ല കുട്ടികൾക്ക് എഴുതാൻ. മുതിർന്നവർക്ക് എഴുതാൻ വളരെ സുഖമാണ്. കാരണം നമുക്ക് പറയാനുള്ള കാര്യം, പറയാനുള്ള ആശയം അവരോട് നമുക്ക് 1 to 1 ആയിട്ട് നേരെ പറഞ്ഞാൽ മതി. പക്ഷെ കുട്ടികളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ശാസ്ത്രമാണെങ്കിലും ശരി, കഥയോ കവിതയോ എന്താണെങ്കിലും. അപ്പം തന്നെ എനിക്ക് തോന്നും ബാലസാഹിത്യ പരാജയപ്പെട്ടിട്ട് ബാലസാഹിത്യ രംഗത്തേക്ക് ഇറങ്ങാത്ത ഒരുപാട് സാഹിത്യകാരന്മാരെ നമുക്കറിയാം. അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് എഴുതുന്ന ബാലസാഹിത്യകാരന്മാരെ നമുക്ക് ഇന്ത്യയിൽ, മലയാളത്തിലും വിശ്വസാഹിത്യത്തിലൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇപ്പോൾ ടോൾസ്റ്റോയ് യുദ്ധവും സമാധാനം എഴുതിയ, അല്ലെങ്കിൽ അന്നാ കരനീന എഴുതിയിട്ടുള്ള ടോൾസ്റ്റോയാണ് കുട്ടികൾക്കുള്ള 3 പൂച്ചക്കുട്ടികൾ എന്നുള്ള കഥ. എനിക്കത് വായിക്കുമ്പോൾ തോന്നി എങ്ങനെയാണ് ടോൾസ്റ്റോയ് അത് എഴുതിയത്. അത്രയും ചെറിയ കഥകൾ എഴുതാൻ ടോൾസ്റ്റോയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ ചെക്കോവിൻ്റെ കഥകൾ, പിന്നെ ഡിക്കൻസിൻ്റെ കഥകൾ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഭംഗിയിട്ട്. ടാഗോർ, ഗീതാഞ്ജലി എഴുതിയ ടാഗോറാണ് കാബൂളിവാലയെ ഉള്ള മിനീനെ കൊണ്ടുവന്നത്. നമുക്ക് അത്ഭുതം തോന്നും. അതേപോലെ മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ എം ടിയുടെ കഥകൾ, ഉറൂബ് എഴുതിയിട്ടുണ്ട്, മാലി. അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒരേപോലെ എഴുതാൻ പറ്റുന്ന ഇഷ്ടംപോലെ എഴുത്തുകാരെ നമുക്കറിയാം. ഇപ്പം നമ്മളെ മലയാള സാഹിത്യത്തിലും അതുപോലെ വലിയവർക്കും മുതിർന്നവർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആ ലിസ്റ്റ് പറഞ്ഞാൽ തന്നെ കുറേ നീണ്ട ലിസ്റ്റാണ്. ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഒരു പരാജയപ്പെട്ടിട്ട് ഇറങ്ങി വരുന്നൊരു മേഖലയേ അല്ല. പിന്നെ ഞാനെപ്പോഴും അടിവരട്ട് പറയാറ്, ബാലസാഹിത്യം എഴുതുന്നവരാണ് കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നല്ലോണം തോന്നാറുണ്ട്. കാരണം അതിനുള്ള കാരണമാണ് ഞാൻ മെയിനായിട്ട് പറയാൻ വിചാരിക്കുന്നത്. ഒന്ന്, ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ആരാ ഈ ബാലന്മാർ? ആരാ ബാലന്മാർ എന്ന് പറഞ്ഞ സെക്ഷൻ എന്ത്? നമ്മളെ ലീഗലി പറഞ്ഞാൽ 18 വയസ്സ് വരെ ബാലന്മാരാണ്, കുട്ടികളാണ് 18 വയസ്സ് വരെ. അപ്പോൾ ഒന്ന് ഓർമ്മിക്കേണ്ടത് 0 to 17 ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. 18 വയസ്സിന് മേപ്പോട്ടേക്ക് എഴുതുന്ന, മുതിർന്നവർക്ക് വേണ്ടി എഴുതുന്ന സാഹിത്യകാരന്മാർക്ക് ഈ വിചാരമേ ഇല്ല. അവരൊരു സാധനം എഴുതി വെച്ചാൽ അത് 18 വയസ്സ് മുതൽക്ക് 100 വയസ്സ് വരെയുള്ളവരൊക്കെ വായിക്കുന്നത് ഒരേപോലെ ഒരു ഗ്രൂപ്പിനൊക്കെ എഴുതിയിട്ടാണ് അവരത് എഴുതുന്നത്. അത് എഴുതുമ്പോൾ ഇത് 18 വയസ്സാണ്, അല്ലെങ്കിൽ 30 വയസ്സാണ്, 40 വയസ്സാണ് എന്ന് കരുതുന്നില്ല. ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ അവരും ആസ്വദിക്കുന്നത് വ്യത്യസ്ത തരത്തിലാണെങ്കിൽ പോലും ഒരു അഡൽട്ട് 18 വയസ്സിന് മേപ്പോട്ടെങ്കിൽ 20 വയസ്സിന് മേപ്പോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതൊക്കെ ഒരേ സംഗതിയാണ്. വായിക്കുന്നത്, ആസ്വദിക്കുന്നത് വ്യത്യാസമാണ്. പക്ഷേ 0 to 17 ഏജുകാർക്ക് എഴുതുന്നത് പോലും വ്യത്യസ്തമാണ്. സീറോക്കാർക്ക് സാഹിത്യം ഉണ്ടോ? സീറോക്കാർക്കൊരു സാഹിത്യം ഉണ്ടോ? ജനിച്ചോടെയുള്ള കുട്ടികൾക്ക് സാഹിത്യം ഉണ്ടോ? പുസ്തകം ഉണ്ടോ എന്നാവും നമ്മൾ ആലോചിക്കുക. പുസ്തകം വേണ്ട. ആ ഏജിൽ ജനിച്ചോടെയുള്ള കുട്ടികൾക്ക് പാട്ട് കേൾക്കുന്ന അമ്മയുടെ താരാട്ട് പാട്ടുകൾ, അമ്മ പറഞ്ഞു, പിന്നെ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അമ്മ കഥകൾ പറയുന്നത്, ഒരു 2-3 മാസം മുതൽക്ക് തന്നെ അമ്മ കുട്ടിയോട് സംസാരിക്കുന്നത് ഒക്കെ സാഹിത്യമാണ്. കുട്ടി കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭാഷ കുട്ടി പഠിക്കുന്നത് അമ്മയുടെ. അപ്പം ആ പാട്ടുകൾ, ആ പിന്നെ കവിതകൾ, അല്ലെങ്കിൽ ആ കുഞ്ഞു കഥകൾ എല്ലാം കുട്ടി തുടങ്ങുന്ന സാഹിത്യമാണ്. അപ്പോൾ ഒരു 0 to 17 എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. വളരെ വ്യത്യസ്തമായിട്ട് ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹ്യ വിചാരങ്ങളും എല്ലാം, വൈജ്ഞാനിക അതിൻ്റെ പെർസെപ്ഷനും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് 0 to 17. അപ്പോൾ ഈ ഓരോ ഏജ് ഗ്രൂപ്പിനും അവർക്ക് വേണ്ടതായിട്ട് തരത്തിലുള്ള ആശയങ്ങൾ,
അതിന് വേണ്ട ഭാഷ, അതിന് വേണ്ട അവതരണ രീതി, അതിൻ്റെ ക്രാഫ്റ്റ് വർക്ക്, പിന്നെ അത് എങ്ങനെ കൊണ്ടുവരണം, അവർക്ക് ആസ്വദിക്കുന്ന തരത്തിലായിരിക്കണം. ഇത് ഈ ഗ്രൂപ്പ് ഒരു വൈഡ് റേഞ്ചുള്ള ഗ്രൂപ്പാണ്. ഒരു 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ആശയം ഒരു 17 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ആലോചിച്ചറിയും അതിൻ്റെ ഈ മുഴുവൻ അവതരണ രീതിയും വ്യത്യസ്തമായിരിക്കണം. ബ്രൂണർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു തിയറി ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാരെയും പഠിപ്പിക്കാം, പക്ഷെ ആ പഠിപ്പിക്കുന്നത് നമ്മൾ അവരെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പം നമ്മൾ ചെറിയ കുട്ടികളാണ് എന്ന് കരുതി, ഇപ്പം ഞാൻ കുറേ കാര്യം പറഞ്ഞു. ആശയം ഈ ഏജ് ഗ്രൂപ്പിൽ ആർക്ക് എന്താശയമാണ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കാക്കേണ്ടത്, അവർക്ക് വേണ്ട ഭാഷ, നമ്മൾ പറയാൻ പോകുന്ന ഒരേ കാര്യം തന്നെ ഒരു 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോടുള്ള ഭാഷയല്ല നമ്മളൊരു 15-ഓ 16-ഓ വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കേണ്ടത്. അതിൻ്റെ അവതരണ രീതി, അതിൻ്റെ ക്രാഫ്റ്റ് വർക്ക്, നമ്മൾ എത്രത്തോളം ഗഹനമായിട്ട് പോകണം, ഇതെല്ലാം പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടികളുടെ ശാരീരികവും വൈജ്ഞാനികവും വൈകാരികമായിട്ടുള്ള വളർച്ചാ ഘട്ടങ്ങൾ പോലും നമ്മൾ പഠിച്ചിരിക്കണം ബാലസാഹിത്യകാരന്മാരെന്നാണ് ഞാൻ പറയുക. കാരണം അതറിയാതെ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ ഇരിക്കരുത്. കാരണം ഒരു 2 വയസ്സിൻ്റെ 6 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികൾ, ആ കുട്ടികളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് 6 മുതൽക്ക് 12 വയസ്സ് വരെയുള്ള പ്രൈമറി കുട്ടികൾ. ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രകൃതം എന്തെന്ന് മനസ്സിലാകാതെ 2 to 6 നമ്മൾ പുസ്തകം എഴുതിയിട്ട് കാര്യമില്ല. അവർ ഒരുപാട് ഈഗോസെൻട്രിക് ആയിട്ടുള്ള കുട്ടികളാണ്. ഈഗോസെൻട്രിക് എന്ന് പറയുമ്പോൾ സെൽഫിഷ് അല്ല, ഈഗോസെൻട്രിക് എന്ന് പറഞ്ഞാൽ അഹം കേന്ദ്രീകൃതമായിട്ടുള്ള കുട്ടികൾ. അവനവൻ്റെ ഒരു ലോകം മാത്രമേ ഉള്ളൂ അവർക്ക്. അത് അവർക്ക് ഞാനും എൻ്റെ കാര്യങ്ങളും, ഞാൻ എൻ്റെ അമ്മ, എൻ്റെ കളിപ്പാട്ടം. അപ്പം എൻ്റെ കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ആ കളിപ്പാട്ടത്തിൻ്റെ മുകളിൽ അതിനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഞാൻ കൊടുക്കൂല, ഇത് ആർക്കും കൊടുക്കൂല എന്ന് പറയുന്ന ഒരു ഏജാണ് ഒരു 2 to 4. അത് കുട്ടികൾ സെൽഫിഷാണ്. നമ്മൾ അറിയാണ്ട് പറയുമ്പോൾ ഈ കുട്ടി സെൽഫിഷാണ്, ഒന്നും ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ അറിയാത്തൊരു ഏജാണ് ആ 2 to 4. അപ്പം ചിലപ്പോൾ ആ കുട്ടികൾ ഒരു ബാലവാടിയിലേക്ക് കൊണ്ടൊരു പുസ്തകം നിങ്ങൾ ആരെയും വായിച്ചിട്ടുണ്ടോ? പഴയ ആൾക്കാർ വായിച്ചിട്ടുണ്ടോ? ഒരു റഷ്യൻ ബുക്ക്, ബാലവാടിയിലേക്ക് എന്നാണ് ആ ബുക്കിൻ്റെ പേര് തന്നെ. ആ ഒരു ബാലവാടിയിലേക്ക് പോകുന്ന ഒരു ഏജിൽ നല്ല ഭംഗിയുള്ള പ്രഭാത് ബുക്സ് പ്രസിദ്ധീകരിച്ചൊരു ബുക്കാണ് ബാലവാടിയിലേക്ക്. അതിൽ നല്ല ചിത്രങ്ങൾ. ഒരു സ്കൂളിൽ ബാലവാടിയിലേക്ക് പോയിട്ട് ആ കൂമ്പാരം ടോയ്സിൻ്റെ മുകളിൽ കയറിയിരിക്കുക ഒരു കുട്ടി, ആർക്കും കൊടുക്കാണ്ട്. എനിക്ക് ആ ചിത്രം പോലും ഓർമ്മയുണ്ട്. അതൊരു കഥയായിട്ട് കൊടുക്കുമ്പോൾ ഇതെന്തിനാ കഥയായിട്ട് കൊടുക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ സ്വഭാവമാണത്. ഒരു 5-6 വയസ്സാകുമ്പോഴേ അവർ സോഷ്യോ സെൻട്രിക് ആവുന്നുള്ളൂ കുട്ടികൾ. അപ്പോൾ അതറിയാത്തൊരു ബാലസാഹിത്യകാരൻ ഇത് കുട്ടിയുടെ സെൽഫിഷ്നെസ് ആണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് സെൽഫിഷ്നെസ് അല്ല, കുട്ടിയുടെ സ്വഭാവമാണ്. അതേപോലെ ഫാൻറ്റസിയും ഒക്കെ ഏറ്റവും അധികം ഭാവനയും ഏറ്റവും ഉണർന്നിരിക്കുന്നൊരു ഏജാണ് 2 to 6. അതേപോലെ ജന്തുക്കളെയും പക്ഷികളുടെയും ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. നമ്മൾ പക്ഷികളുടെയും ജന്തുക്കളെയൊക്കെ വെച്ച് കഥകൾ പറയുന്ന ഒരു ഏജാണ് 2 to 6. കാരണം അവർക്കെല്ലാം അവർ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ മനുഷ്യരെയും മൃഗങ്ങളെയും വേറെ വേറെ കാണുന്നേ ഇല്ല, ഒരേ തരത്തിലാണ് അവർ കാണുന്നത്. അപ്പോൾ ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരു സംഗതി, ഒരു പൂച്ചയെ നായയെ കാണുമ്പോഴുള്ള ഫീലിംഗ് പോലും നമ്മളൊരു മനുഷ്യനെ കാണുന്ന അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ക്യാരക്ടേഴ്സ് ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരേണ്ടി വരും. പക്ഷേ അവിടുന്ന് അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രൈമറി സ്കൂൾ, ഒരു 1-ാം ക്ലാസ് മുതൽക്ക് ഒരു 12 വയസ്സ് വരെ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവം മാറി, അവർ സോഷ്യോ സെൻട്രിക് ആവുന്നു, അവർക്ക് ഫ്രണ്ട്സ് കുറേ വരുന്നു, സാഹസികത ഇഷ്ടമാണ്, സൗഹാർദ്ദങ്ങൾ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ഏജ് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആശയം തന്നെ അത് വെച്ച് അങ്ങനത്തെ കഥകൾ അവർക്ക് ഒരുപാട് രുചിക്കും. അവർക്കുള്ള ഭാഷ പോലും വ്യത്യസ്തമാണ്. ഒരു 2 to 6 ഭാഷയല്ല. അവർക്ക് കോൺക്രീറ്റ് ആയിട്ടേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അബ്സ്ട്രാക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഈ ഗുണപാഠ കഥകളൊക്കെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ കോൺക്രീറ്റ് ആയിട്ട് കഥകളിൽ കൂടെ ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 13 വയസ്സ് കഴിഞ്ഞുള്ള ടീനേജ് 17 വരെയുള്ള കുട്ടികൾ, എഗെയിൻ അവരും കുട്ടികളാണ്. ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ വ്യത്യസ്തമാണ്. അപ്പോഴേക്കും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പോലും വളരെ വൈഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഞാൻ പറഞ്ഞു, ശാരീരികം, മാനസികം, വൈജ്ഞാനികം, സാമൂഹ്യം, ഇൻ്റലക്ട് എല്ലാ തരത്തിലുള്ള വൈകാരികമൊക്കെയുള്ള വളർച്ചയെപ്പറ്റി അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അവർക്ക് എങ്ങനെ അത് കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികളുടെ പ്രകൃതം എന്ത് എന്ന് അറിയാതെ കുട്ടികൾക്ക് നമ്മൾ ഒന്നും കൊടുക്കരുത്. കുട്ടികളുടെ പ്രകൃതം എന്തെന്ന് പറയാൻ തുടങ്ങിയെന്ന് ഉച്ചവരെ എടുക്കും. അവിടെ ഞാൻ അടുത്തത് പറയുന്നുള്ളൂ. എന്താണ് കുട്ടികളുടെ പ്രകൃതം? വളരെ ആക്റ്റീവാണ്, അവർക്ക് എല്ലാം അറിയാനുള്ള ഇങ്ങനെ ക്യൂരിയോസിറ്റി കൂടുതലാണ്. കുട്ടികൾ ഓരോന്ന് എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവും ചിലപ്പം നമ്മൾ പറയും ഒക്കെ നശിപ്പിച്ചുകളയും കുട്ടികളെന്ന് പറയും.
പൊട്ടിക്കും. ഒരിക്കലും നശിപ്പിക്കലല്ല, അതെന്താ വാട്ട് ഈസ് ദാറ്റ് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും അവർ ഓരോന്നും, ചെറിയ മക്കൾ. അപ്പോൾ അത് ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനത്തെ അവരുടെ പ്രകൃതം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ അവർക്കൊന്നും കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ കുട്ടികൾക്ക് അവതരിപ്പിക്കുമ്പോൾ, പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്രസൻറ്റേഷൻ ഒരു കൃത്രിമമായിട്ടുള്ള രീതിയിലാവരുത്. കുട്ടികൾക്ക് വേണ്ടി എഴുതല്ലേ എന്ന് കരുതിയിട്ട് കൃത്രിമത്വം ഒട്ടും കൊണ്ടുവരാൻ പാടില്ല. കാരണം അവർക്കത് ഇഷ്ടമല്ല. പിന്നെ നേരിട്ട് ഗുണപാഠങ്ങൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമേ അല്ല. അതാണ് നമ്മളിപ്പോൾ സ്കൂളുകളിലും ടീച്ചേഴ്സിനോട് പറയും, ഗുണപാഠ കഥകൾ, ഈ കഥയിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് പണ്ടൊരു കാലത്ത് നമ്മൾ സ്ഥിരം സ്കൂളിൽ പറയാറുണ്ടായിരുന്നു. അതിപ്പോൾ നിർത്തിയിരിക്കുകയാണ്, അത് പാടില്ല. കാരണം ഗുണപാഠം എന്ത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുട്ടിക്ക് കഴിയും. കുട്ടി അത് നന്നായി ഭംഗിയായിട്ട് കുട്ടിയെ മനസ്സിലാക്കിയെടുക്കും. അപ്പം നമ്മൾ ചില ഗുണപാഠ പുസ്തകങ്ങളുടെ അടിയിൽ, കഥാപുസ്തകങ്ങളുടെ അടിയിൽ പഠിച്ച ഗുണപാഠം എന്ത് എന്നുള്ളതും കൂടി കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ നിർത്തണം. കാരണം അത് കുട്ടികൾ മനസ്സിലാക്കിയെടുക്കും, നമ്മളെക്കാളും ഭംഗിയായിട്ട് അവർ മനസ്സിലാക്കിയെടുക്കും. പിന്നെ വേറെ കുട്ടികൾക്ക് എഴുതുമ്പോൾ പണ്ടൊരു രാജ്യത്ത് എന്നുള്ള തുടക്കവും അങ്ങനെ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ള അവസാനവും അത് വേണമെന്നില്ല കുട്ടികൾക്ക്. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മളെ മുത്തശ്ശി കഥകളൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് കേട്ടിരിക്കുന്ന സമയത്ത് പണ്ടൊരു രാജ്യത്ത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പറയുന്ന കഥ വളരെ അന്നത്തെ കഥ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പോഴും കുട്ടികൾക്ക്. അപ്പോൾ അത് കുട്ടികൾക്ക് കേൾക്കുന്ന ഒരു ഏജ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പണ്ട് രാജ്യത്ത് വേണ്ട. ഇപ്പം ഞങ്ങൾ യൂറിക്കയുടെ ക്യാമ്പിലൊക്കെ കണ്ടിട്ടുള്ള 4ാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികൾ വരുന്ന പിന്നെ രചനാ ക്യാമ്പിൽ നമ്മളെ അവർ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ആദ്യവും ഇല്ല അന്തവും ഇല്ലാണ്ട് ഇപ്പോൾ ഈ നിമിഷം ഈ സമയം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കഥ എഴുതും. അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, അവർക്ക് എഴുതാൻ പറ്റും, നന്നായിട്ട് എഴുതും. ആദ്യം അന്തം ഇല്ലാണ്ടതായി ഈ കാര്യം. ഒരു നിമിഷത്തെക്കുറിച്ച് കുട്ടികൾ കഥ എഴുതും, ഒരു സംഭവത്തെക്കുറിച്ച് കുട്ടികൾ കഥ എഴുതും. അങ്ങനത്തെ കഥകൾ കേൾക്കാൻ അവർക്ക് കഴിയും. അപ്പം എല്ലാ കഥയും പണ്ടും അവർ സുഖമായി ജീവിച്ചു. കാരണം കുട്ടികൾ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾ എത്തുമ്പോൾ അവർ സുഖമായി ജീവിച്ചു എന്നല്ല കഥയുടെ അവസാനം എന്നുള്ളത് നേരിട്ട് അറിയാൻ തുടങ്ങും. കാരണം എല്ലാ കഥകളും എന്തുണ്ടാവില്ല, ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിരിക്കില്ല. നമ്മുടെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്, യാതനകളിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്, വളരെയധികം നമ്മൾ വിചാരിക്കാത്ത ജീവിത പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. അവരുടെ കാര്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യാനുള്ളൊരു വേദി വേണം. അത് അവർ ചെയ്യും. നമ്മുടെ കുട്ടികളെ അകറ്റി നിർത്തി, എല്ലാ പ്രശ്നങ്ങളും അകറ്റി നിർത്തി ചില വിഷയങ്ങൾ മാത്രം ആവാൻ പാടില്ല. ഇപ്പോൾ വിഷയങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. കുട്ടികൾക്ക് കവിത എഴുതുമ്പോൾ പൂമ്പാറ്റ, മഴവില്ല്, പിന്നെ അമ്പിളിമാമൻ, ഇതൊക്കെയാണ് എഴുതാൻ പാടുള്ളൂ എന്ന് എവിടെയോ ഒരു ധാരണയുണ്ട്. അതല്ലാത്ത കവിതകൾ എഴുതാൻ കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് അതേപോലെ കഥകളും. അപ്പം വിഷയങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ അവർ കുട്ടികൾ എഴുതും. പക്ഷികളുടെയും പിന്നെ കഥകളാണ് കൂടുതൽ നമ്മൾ എഴുതാറ്. അതല്ല കുട്ടികൾക്ക് ഇന്ന് ആവശ്യം. പക്ഷെ നമ്മുടെ കുട്ടികളതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം. പക്ഷികളെയും ജന്തുക്കളെയും ഒക്കെ അവർ ക്യാരക്ടേഴ്സ് ആക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവർ പുതിയ കാര്യങ്ങൾ എഴുതും. ഇപ്പം എൻ്റെ പേരക്കുട്ടിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അതിവിടെ ചിലവർക്ക് ആ കഥകളെ ഞാൻ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 6-6.5 വയസ്സുള്ളപ്പോൾ അവൾ എഴുതിയൊരു കഥയാണ്. അതും പക്ഷിയെക്കുറിച്ചും പക്ഷികളും മൃഗങ്ങളും ഞാൻ അതിലത്തെ ക്യാരക്ടേഴ്സ്. പക്ഷെ അതിലത്തെ ഒരു ക്യാരക്ടർ, ഒരു സിംഹക്കുട്ടി, പിന്നെ ആ സിംഹക്കുട്ടി അലറാൻ പഠിക്കാൻ സിംഹത്തിന് ആ കുട്ടിക്ക് ഇഷ്ടമല്ല. സിംഹക്കുട്ടിക്ക് ഒരു സിംഗർ ആവണമെന്നായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ അലറാൻ പഠിപ്പിച്ച് ബാക്കി എല്ലാവരും ഫ്രണ്ട്സും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അലറാൻ അറിയില്ല ഉണ്ട്. അപ്പോൾ സിംഹക്കുട്ടിക്ക് സംഗീതം പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ സിംഹക്കുട്ടി സിറ്റിയിലേക്ക് ഒളിച്ചോടിപ്പോയി. അവിടെ പോയിട്ടൊരു മ്യൂസിക് ക്ലാസ് ചേർന്നു, പാട്ട് പഠിച്ചു. എന്നിട്ട് അവന് ഇഷ്ടമുള്ള പോലെ വലിയൊരു സിംഗറായിട്ട് മാറി. എല്ലാ ഫ്രണ്ട്സും നല്ല സന്തോഷമായി. അവനൊരു നല്ല സിംഗറായി. അവന് അലറാൻ പഠിക്കണമെന്ന് ആഗ്രഹമില്ല. അതിനവൾ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 6.5 വയസ്സ് വരും. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ, ആ സിംഹക്കുട്ടിക്ക് അതാണ് ഇഷ്ടം. അവളിപ്പോൾ ആരും ജഡ്ജ്മെൻ്റലായിട്ട് ആ സിംഹക്കുട്ടി ആരും നോക്കുന്നില്ല. സിംഹക്കുട്ടികളൊക്കെ അലറിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ടോ? മ്യൂസിക് പഠിക്കണമെന്ന് സിംഹക്കുട്ടിക്ക് തോന്നിയാൽ എന്താ എന്നൊക്കെ ഇവള് ചോദിക്കുന്ന ഒരു 6.5-7 വയസ്സിലാണ്. അപ്പോൾ ഒരു ജന്തുക്കളെയും പക്ഷികളെയൊക്കെ ഇപ്പോഴത്തെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും. അപ്പോൾ നമ്മൾ അവർക്ക് പക്ഷികൾ, പൂമ്പാറ്റകൾ എന്ന് പറയുമ്പോൾ പഴയ തരത്തിൽ സ്റ്റൈലിൽ എഴുതാതെ അത് പുതിയതിലേക്ക്, അപ്പോൾ വിഷയങ്ങൾ വരെ അവർ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. പിന്നെ
ഫാൻറ്റസിയും സാഹസികതയും ഇഷ്ടമാണ്. ഫാൻറ്റസി വളരെ ഇഷ്ടമുള്ള ഒരു സ്റ്റേജ് തന്നെ അവർക്കുണ്ട്. അപ്പോൾ ഫാൻറ്റസി നമ്മൾ കളയേണ്ടതൊന്നുമില്ല. ആ ഫാൻറ്റസിയും സാഹസികതയും ഭാവനയൊക്കെ ഇമാജിനേഷനൊക്കെ ഏറ്റവും അധികം നിൽക്കുന്ന ആ 2 to 6 yearsൽ അങ്ങനത്തെ കഥകൾ തന്നെ വേണ്ടി വരും. വിഷയങ്ങൾ അവർക്ക് അറിയുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും യൂറിക്ക ക്യാമ്പിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 2 വർഷം കുട്ടികൾ ഉണ്ടാക്കുന്ന യൂറിക്കയിലെ കുട്ടികളുടെ ക്യാമ്പ് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടി പോയത്. കുട്ടികളുടെ ഇപ്പോൾ അരുണിൻ്റെയൊക്കെ മകൻ ഇഷാനൊക്കെ എഴുതിയിട്ടുള്ള കഥ നമ്മൾ വിചാരിക്കാത്ത അക്ഷരങ്ങളൊക്കെ കൂടി ചാടി മറിഞ്ഞ് ഒരു ഇതിലേക്ക് ചാടുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെ വാക്കുകൾ ഉണ്ടായത്, വാക്കുകളുടെ ഉത്ഭവം, അക്ഷരങ്ങൾ വെറുതെ പോയി കൊണ്ടുചാടി. അപ്പോൾ ഒരു സ്വരാക്ഷരം ഒരു വ്യഞ്ജനാക്ഷരം കൂടി കൂട്ടിമുട്ടിപ്പോൾ ഒരു ആന ഉണ്ടായി. ആ ആനയെന്നാണ് പിന്നെ ബാക്കി ഒക്കെ പറഞ്ഞ് നല്ല രസം. നമ്മൾ വിചാരിക്കില്ല അങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റീസ്. അപ്പോൾ അവരെവിടേക്കൊക്കെയോ എത്തിയിട്ടുണ്ട്. അവരുടെ ഭാവന അതിന് നല്ല ഉഷാറായിട്ട് പോകുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് ചെയ്യേണ്ടത്, നമ്മൾ എഴുതുന്നവർ കുറച്ച് മോഡേണൈസേഷൻ്റെ കാര്യം ആലോചിക്കണം. അത് പറയുമ്പോൾ സാധാരണ ബാലസാഹിത്യ എഴുത്തുകാർക്കുള്ളൊരു ധാരണ വീണ്ടും പൊളിച്ചെഴുതേണ്ട ഒരു ധാരണ, പണ്ടത്തെയാണൊക്കെ നല്ലത്, എല്ലാം പണ്ടത്തെയാണ് നല്ലത്. ഒരു നോസ്റ്റാൾജിയ ഫീലിംഗ് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ വലിയവരെഴുതും. നമ്മളെ ഉള്ളിലേ ഈ നോസ്റ്റാൾജിയ ഉള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം. മലയാളത്തിലെ വളരെ നല്ലൊരു ബാലസാഹിത്യ രചനയാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം. അതിപ്പോഴും നമുക്കിഷ്ടമായിട്ട് വായിക്കാം. നമുക്കിഷ്ടമായിട്ട് വായിക്കാം എന്ന് ഞാൻ പറയുമ്പോഴും വയസ്സന്മാർക്ക് അത് ഇഷ്ടമായിട്ട് വായിക്കാൻ പറ്റും. കാരണം ഞാനൊക്കെ അത് വായിക്കുമ്പോൾ മാതൃഭൂമി വീക്ക്ലിയിൽ ആദ്യം വായിക്കുമ്പോൾ ആ ഏജ് കാലത്ത് ഞാൻ ഒരു 60കളിലാണ് അത് വന്നതെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളുടെയൊക്കെ ജീവിത രീതിയും ആ കാലവും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ്റെ ദിവസം പോകുന്നത്. എന്നത് ഇപ്പോഴൊരു കുട്ടി അത് വായിക്കുകയാണെങ്കിൽ അത് കുട്ടിക്കാലത്ത് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ ഒരു ജന്മി വ്യവസ്ഥയും ആ വേലക്കാർ വേറെ ഇവരുടെ വീട്ടുകാർ വേറെ എന്നുള്ളൊരു വ്യവസ്ഥയും അതിൽ പലതും ഇപ്പോൾ നമ്മൾ എതിർക്കുന്ന കുറേ കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാഴ്ചകൾ കൊണ്ടുവരലും ഓണക്കാലത്ത്, പക്ഷെ അത് അന്നത്തെ കുട്ടികൾക്കത് മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം അതേപോലെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വായിച്ചു എന്ന് വരില്ല, നല്ലൊരു രചനയാണെങ്കിലും. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോക്കണം. പിന്നെ മൊത്തം കുട്ടികൾക്ക് ഏത് ഏജ് ഗ്രൂപ്പായാലും അവർക്ക് നർമ്മ ലാംഗ്വേജ് രസമാണ്, സെൻസ് ഓഫ് ഹ്യൂമറുള്ള ലാംഗ്വേജ്, സെൻസ് ഓഫ് ഹ്യൂമറായിട്ടുള്ള അവതരണങ്ങൾ. അപ്പം എനിക്ക് ഈ അരുണിൻ്റെയൊക്കെ ചില കഥകൾ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള കഥകൾ കുട്ടികൾക്ക് എത്ര എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അത് നല്ല രസത്തിൽ അവർക്ക് നർമ്മം നല്ല ഇഷ്ടമാണ്. രസിപ്പിക്കുന്ന ആയിരിക്കണം, കുട്ടികളെ അനുഭവിപ്പിക്കുന്നതായിരിക്കണം. അതാണൊന്ന്. അത് ശാസ്ത്രമാണെങ്കിലും ശരി, സാധാരണ കഥയോ കവിതകളോ ആണെങ്കിലും ശരി, കുട്ടികളുടെ വൈകാരിക തലത്തെ തൊടുന്നതായിരിക്കണം. ഇപ്പോൾ ശാസ്ത്രമാണെങ്കിലും ശരി എന്ന് ഞാൻ പറയാൻ കാരണം, എന്തുകൊണ്ടാണ് പാപ്പുട്ടി മാഷോട് ചോദിക്കാം, അല്ലെങ്കിൽ ചിതക്കുട്ടിയും മാഷും നമുക്ക് ഇത്ര ഇഷ്ടമാവുന്നത്? അതിൽ മുഴുവൻ ഓരോ ശാസ്ത്ര തത്വങ്ങൾ, തിയറികൾ, ശാസ്ത്ര പ്രതിഭാസങ്ങളെ മാഷ് വിവരിച്ച് കൊടുക്കുക തന്നെയാണ്. അതങ്ങനെ വിവരിച്ചാൽ നമുക്കൊക്കെ ബോറടിച്ച് ഓടിപ്പോകും, നമ്മൾ വായിക്കില്ല. ശാസ്ത്രം എത്ര വേണമെന്ന് ആഗ്രഹിച്ചാലും വായിക്കില്ല. പക്ഷെ മാഷ് എഴുതിയ ആ കഥയിൽ ആ ഒരു മാഷുടെ ഭാര്യ ശ്രീദേവി ടീച്ചറും ആ ഉണ്ണിക്കുട്ടനും ചിദ്ദേക്കുട്ടി എല്ലാം കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിൽ അവർ നമ്മുടെ ഒരു വൈകാരിക ബന്ധം, അതിലുള്ള രസങ്ങൾ, അതെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. അതും കൂടിയാണ് നമ്മളെ ആ ശാസ്ത്രപുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതൊരു കാര്യമുണ്ട്. അപ്പോൾ അവരെ അനുഭവിപ്പിക്കുന്നതായിരിക്കണം, അവരെ ടച്ച് ചെയ്യുന്നതായിരിക്കണം, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ ഭാഷയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഭാഷ ഈ 0 to 17 അതിന് മൊത്തം ഞാൻ പറയുന്നത് ഗ്രഡേഷൻ വേണം എന്നുള്ള, ഗ്രഡേഷൻ എന്നുള്ള വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അവതരണത്തിലായാലും ഭാഷയിലായാലും ഒക്കെ ആ ഒരു ഗ്രഡേഷനാണ് വളരെ പരമപ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ കുട്ടികളുടെ കാഴ്ചപ്പാടിന്ന് എഴുതാൻ സാധിക്കണം. അപ്പോൾ ടോട്ടോച്ചാനും വാൻകിയൊക്കെ എന്തുകൊണ്ടാണ് നല്ല കൃതികളായിട്ട് നമുക്ക് തോന്നിച്ചാൽ അത് മുഴുവൻ കുട്ടികളുടെ കണ്ണിൽ കൂടെ പോകുന്നത്. അപ്പോൾ കുട്ടികളുടെ ഫീലിംഗ് അതെന്താണെങ്കിലും കുട്ടികളുടെ കണ്ണിൽ കൂടെ പോകുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ശിവദാസ മാഷ് പറഞ്ഞത് വെച്ചാണ് ഈ പോയിന്റ് എഴുതിയത്. അപ്പോൾ ശിവദാസ മാഷ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, പരമമായും നമ്മുടെ കുട്ടികളുടെ ബാലസാഹിത്യം, ശാസ്ത്രമായാലും ശരി, സാധാരണ കഥയോ കവിതയോ ആയാലും കുട്ടികളെ മെല്ലെ ഒരു വൈകാരികത്തിൽ നിന്നും മേലോട്ടേക്ക് കയറ്റി വിശ്വമാനവികതയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കണം ബാലസാഹിത്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എന്ത് കൃതിയാണെങ്കിലും അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെ. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, അവരൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൽ നിന്ന് അത് കൊടുത്തിട്ട് എങ്ങനെ ജീവിക്കാൻ ഈ
ശക്തിയും ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ പ്രകൃതിയെ നിരീക്ഷിക്കുകയും എല്ലാം പ്രകൃതിയുള്ള എല്ലാത്തിനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസിൻ്റെ ലെവലിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം പരമമായിട്ടുള്ള ലക്ഷ്യം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പരിഷത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ് ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്കെന്തോ തോന്നുക ഹൈസ്കൂൾ ഒരു 13 വയസ്സിൻ്റെയും 17 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ കുറയുന്നുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം 13ൻ്റെയും 17ൻ്റെയും വയസ്സിലുള്ള കുട്ടികൾക്ക് ഒരുപാട് വെറൈറ്റിയിലുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അവർക്ക് അറിയേണ്ട കാര്യങ്ങളും പോകുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ എഴുതുന്നത് കുറവാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്നത് പലതും മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനുള്ള പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ടീനേജ് ആയിട്ടുള്ള ഒരു 13 വയസ്സായ കുട്ടി 12 വയസ്സായ ഒരു കുട്ടിക്ക് അവൻ്റെ ശരീരത്തെപ്പറ്റി അറിയേണ്ടതുണ്ട്. ആർത്തവത്തെക്കുറിച്ച് അറിയാണ്ട് എന്താണെന്ന് അറിയാണ്ട് പേടിച്ചിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പം ഇത് കുട്ടികൾ തന്നെയാണ്. ഈ 12ഉം 13 വയസ്സുള്ളൊക്കെ കുട്ടികൾ തന്നെയാണ്. നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? അവർ കുറച്ചും കൂടി മുതിർന്നത് അവർ ആരോട് ചോദിക്കും, ആരോടത് അന്വേഷിക്കുക? അമ്മയോട് പോലും പറയാൻ പേടിയുള്ള പോലത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം EN ഷീജ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂറീക്കിൽ ഒരു 3-4 ലക്കങ്ങളിലായിട്ട് ആർത്തവത്തെക്കുറിച്ച് വളരെ രസകരമായിട്ട് ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടി അവൻ്റെ പെൺകുട്ടി ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്ന ഗേൾ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അത് ഷീജയോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആൺകുട്ടിയെ കൊണ്ട് പറയിച്ച്? അപ്പോൾ ഷീജ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അതായത് ഒരു ആൺകുട്ടിക്ക് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് വാട്ട് ഈസ് പീരിയഡ്സ് എന്നുള്ളത്. അത് അറിയാത്ത പെൺകുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ അവൻ തന്നെ പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഷീജ അങ്ങനെ തന്നെ എഴുതിയത്. അപ്പോൾ അത് വളരെ നല്ലൊരു റിസപ്ഷനാണ് ആ ലേഖന പരമ്പരയ്ക്ക് കിട്ടിയതും. അത് ആ തട്ട കുട്ടികൾ കുറേ പേര് എഴുതി, ഇതിങ്ങനെ ഒരു ലേഖന പരമ്പര വന്നത് നന്നായി യൂറിക്കൽ, ഞങ്ങൾക്കിതൊന്നും അറിയില്ല. എഴുതുന്നത് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലെയും കുട്ടികളാണ്. ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു, ആരോടാ ചോദിക്കേണ്ടത് അറിയില്ലായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അങ്ങ്. അപ്പം അങ്ങനത്തെ ടോപ്പിക്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല ഒരു 13 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എത്തുമ്പോൾ. ലൈംഗികതയെക്കുറിച്ചോ ഒന്നുള്ള ഒരു ടോപ്പിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ മറ്റുള്ള ഭാഷകളിലുണ്ട് ഇങ്ങനത്തെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലുമൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള. അപ്പോൾ അതൊന്ന് ആലോചിക്കട്ടെ. അതേമാതിരി ഈ ക്ലാസ്സുകളിലേക്ക് ഈ 13 to 14, 15 ഏജിലാണ് കുറ്റാന്വേഷണം സാഹസികത അങ്ങേയറ്റം ഇഷ്ടമുള്ളൊരു ഏജ്. നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ ചെറുതാകുമ്പോൾ ഡിറ്റക്റ്റീവ് കഥകൾ ഒരു പക്ഷേ ഏറ്റവും അധികം വായിച്ചിട്ടുണ്ടാവും ആ ഏജ് കാലത്താണ്. അത് നമ്മുടെ മലയാളത്തിൽ കുറവാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്നതിൽ കുറ്റാന്വേഷണ കഥകളോ അല്ലെങ്കിൽ സാഹസിക കഥകളോ കുറവാണ്. അതും ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ എനിറ്റ് ബ്ലേറ്റിൻ്റെ ഫേമസ് 5ഉം ഫേമസ് 7ഉം അവരൊക്കെ ഒരു സീരീസ് തന്നെ കുട്ടികളുടെ ആ ഒരു സാഹസികതയും അന്വേഷണത്തിനെയും ഒക്കെ തിരിച്ചു വിടുന്ന തരത്തിലുള്ള കഥകളാണ് അത് മുഴുവനും. പിന്നെ റോബിൻസൺ ക്രൂസോ പോലെയോ ടോം സോയർ പോലെയുള്ള കുട്ടികളുടെ അഡ്വഞ്ചർ കഥകൾ മലയാളത്തിൽ എത്ര തന്നെ ഉണ്ട്, നമുക്കൊന്നും എന്നെ കിട്ടില്ല, അധികം കിട്ടില്ല. അപ്പോൾ അതൊക്കെ ആവശ്യമാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുന്ന ആ കഥകൾ ആവശ്യമാണ്. പിന്നെ മാഷോട് ചോദിക്കാം എന്നുള്ളൊരു ഉദാഹരണം, ഇപ്പം ഞാൻ സയൻസ് പറയുമ്പോൾ മാഷോട് ചോദിക്കാം. ശിവദാസൻ സാറിൻ്റെ തന്നെ വായിച്ചാലും തീരാത്ത പുസ്തകം എന്നുള്ള പ്രകൃതിയെ നിരീക്ഷിക്കുന്ന പ്രകൃതിയിലെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇടയ്ക്കുള്ള മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ്. ഇപ്പം ജൂൾസ് വേണിൻ്റെ ഭൂപ്രദക്ഷിണവും അല്ലെങ്കിൽ ഭൂഗർഭത്തിലേക്ക് എന്നുള്ളതൊക്കെ കുട്ടികൾ വായിച്ചിരുന്ന, ഞാനൊക്കെ വായിച്ചിരുന്ന ഒരു പ്രൈമറി 6-7 ക്ലാസ് എന്നാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വായിച്ചത്. അപ്പം അങ്ങനത്തെ കഥകളൊക്കെ ഒരുപാട് മറ്റുള്ള ഭാഷകളിലുണ്ട്, അത്ര നമ്മുടെ മലയാളത്തിലില്ല എന്നുള്ളത് ഒരു സങ്കടമുണ്ട്. എൻ്റെ ചേച്ചി ഈ ചെറിയ കുട്ടികളെ വെച്ചിട്ട് കഥ പറയുന്നൊരു ഇത് നടത്തിയിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഉണ്ടനും ഉണ്ടി എന്നുള്ള കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കഥയെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒറിജിനൽ ഉണ്ടനും ഉണ്ടിയും കഥ എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് കരുതുന്നു. അത് കേട്ടാൽ ശരിക്കും കുട്ടികൾക്ക് അത് ഇഷ്ടാവുമോ അല്ലെങ്കിൽ ഭയങ്കര ശക്തമായിട്ട് പ്രതികരിക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു മിക്കവാറും കുട്ടികൾ. കാരണം അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനം ചെയ്ത് അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത ഉണ്ടനുണ്ടിയും അത് മുഴുവൻ തിന്നിട്ട് പുലിക്ക് കൊടുക്കാതിരുന്നിട്ട് പുലിനെ പിന്നെ പല 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 സെറ്റപ്പ് കൂടെ കിണറ്റിലേക്ക് വീഴ്ത്തുന്ന ഒരു അതിക്രൂരമായ കഥയാന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടികളുടെ അടുത്ത് നിന്ന് വന്നു അഭിപ്രായം. അതായത് ഈ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ കുട്ടികൾ വളരെ ഇതായിട്ട് പറഞ്ഞു, അത്
ഒട്ടും ശരിയായില്ല ചെയ്തത്. ഇപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട്, ചെറിയ മക്കള് ഒട്ടും ശരിയായില്ല, കുറച്ച് അപ്പം കൊടുക്കണ്ടേ, അപ്പം പകുതി കൊടുക്കാന്ന് പറഞ്ഞതില്ലേ, കൊടുക്കണ്ടേ, അപ്പൊ ഉണ്ടിനും ഉണ്ടിയും ചെയ്തത് അന്യായമാണ്, അവരിങ്ങനെ കൊല്ലാൻ പാടില്ലേന്ന്. നമുക്ക് തോന്നുന്നത് നമ്മളിതൊരു രസകരമായ കഥ, പണ്ടത്തെ ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ സാധനം ഒരു തരത്തിൽ പറഞ്ഞാൽ വയലന്റ് ആയിട്ടുള്ള സംഗതി നമ്മൾ പറയുന്നത്, കൊടുക്കുന്ന സന്ദേശം. പക്ഷെ കുട്ടികൾ നന്നായിട്ട് പ്രതികരിക്കുമായിരുന്നു, ചെയ്തത് ശരിയല്ല. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചേച്ചിയുടെ മകൻ ചെറുതാവുമ്പോൾ എന്താ ഓണക്കാലത്തിൻ്റെ കഥ, ഓണത്തിൻ്റെ കഥ എന്താന്ന് പറഞ്ഞപ്പോൾ വാമനൻ മഹാബലി ചവിട്ടിത്താഴ്ത്തി കഥ പറഞ്ഞു കൊടുത്തിട്ട് കരഞ്ഞ ആളാണ്. എന്തിനാ മഹാബലി വാമനൻ ചവിട്ടിത്താഴ്ത്തിയത്, മഹാവിഷ്ണു വലിയ കഥയൊക്കെ പറഞ്ഞിട്ട് മഹാബലിയെ ചവിട്ടി താഴ്ത്താൻ പാടുന്ന ഒരു 4-5 വയസ്സുള്ളപ്പോൾ പറഞ്ഞിട്ട് കരഞ്ഞ ആളാണ്. അയാൾ തന്നെ കരഞ്ഞ ഒരു കഥ തീം ഞാൻ എൻ്റെ ഒരു കഥയിൽ എടുത്തിട്ടുണ്ട്. അതായത് പുലി ഒരു ആക്ടിവിറ്റി ബുക്കാണ്, ആ ബുക്ക് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. ഒരു ആക്ടിവിറ്റി ബുക്കിൽ ഇങ്ങനെ കോഴിക്കുട്ടികൾക്ക് അമ്മയുടെ അടുത്തെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കും, ഇങ്ങനെ പല വഴി കാണിച്ചു കൊടുക്കുള്ളൊരു ആക്ടിവിറ്റി ബുക്കിൽ. പിന്നെ പുഴയുടെ തീരത്ത് നിൽക്കുന്ന മാൻകുട്ടിയുടെ അടുത്തേക്ക് കടുവയ്ക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുമെന്ന്. അതൊക്കെ ഒരു ആക്ടിവിറ്റി ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ കുട്ടി ബാക്കിയെല്ലാം ചെയ്തിട്ട് ഈ ഒരു പേജ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ വെച്ചാൽ നീ ഇത് മാത്രം എന്താ വിട്ട്, അത് ചെയ്യില്ല, എന്താ നീ ചെയ്യാത്ത, ബാക്കിയൊക്കെ ചെയ്തില്ല, അത് ചെയ്താൽ പുലി ഇവിടെ എത്തില്ലേ മാൻകുട്ടിയുടെ അടുത്ത്, അങ്ങനെ എന്തിനാ നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞ് കരഞ്ഞ ആ തീമിനെ ഞാൻ എനിക്ക് മരിക്കേണ്ട, ആരും മരിക്കേണ്ട ഒരു കഥയിലേക്ക് എടുത്തിരുന്നു. കാരണം കുട്ടികളത് സമ്മതിക്കില്ല, എന്തിനാണ്. അപ്പം നമ്മൾ വലിയൊരു പലപ്പോഴും ഇതൊന്നും ആലോചിക്കാണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ബുക്കത്തെ ഒരു കാര്യം അത്. അവർ ശരിക്കും അത് കൃത്യം പറയും, വേണ്ട ഒട്ടിക്കാം ആ പേജ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് തോന്നിയിട്ടുള്ളത് ഈ യൂറിക്ക ക്യാമ്പുകളിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ വഴികൾ, പുതിയ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലാസ് മീര ടീച്ചർ എടുത്തു. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊരു കുട്ടികളോട് സംസാരിക്കാൻ പാടില്ലാത്തൊരു വിഷയമല്ല, അത് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വിഷയം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ വിധം ആ ക്യാമ്പിൽ വെച്ചിട്ട് തന്നെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 കവിതകൾ വന്നു, ഒരു കഥ വന്നു, ഇതൊക്കെ വന്നു. അതിലൊരു കവിത നമ്മൾ കുട്ടികളുണ്ടാക്കുന്ന യൂറിക്കിൽ കൊടുത്തു. കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതേമാതിരി കുട്ടികളുടെ യൂറിക്ക ക്യാമ്പിൽ നിന്നാണ് നമുക്ക് തോന്നിയത് ലേഔട്ട്, മാസികയുടെ ലേഔട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള കുട്ടികളുടെ. ഇപ്പോൾ ഈ ഇഷാനും നമ്മുടെ ഡാനിഷൊക്കെ ഉണ്ട്. ആ മക്കൾ 6ാം ക്ലാസ് പഠിക്കുന്ന മക്കളാണ്. ലേഔട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ യൂറിക്ക ആ ലക്കങ്ങൾ ലേഔട്ട് ചെയ്തത് മുഴുവൻ ആ കുട്ടികളായിരുന്നു, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. നിങ്ങൾ വിശ്വസിക്കില്ല, ഡിജിറ്റൽ സംഗതികൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് അരുണ്ട കൂടി ഇരുന്ന് പഠിച്ചിട്ട് മെറ്റവേഴ്സിനെ പറ്റിയും AI പറ്റിയിട്ടും ഒരു 4 പേര് ഇരുന്നിട്ട് ലേഖനം ഉണ്ടാക്കി. അതും 6-7 ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ 6-7 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഗൂഗിളൊക്കെ ചെയ്തിട്ട് മെറ്റവേഴ്സ് എന്താ മെറ്റവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നുള്ള ലേഖനം അവർക്ക് മനസ്സിലാവുന്ന പോലെ എഴുതി, കുറച്ച് പേരോടൊക്കെ ചോദിച്ച് എഴുതി ഒരു നല്ലൊരു ലേഖനം എനിക്ക് കൊടുത്തു. അപ്പം പുതിയ വിഷയങ്ങൾ ചെയ്യാൻ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അവർക്ക് ഇനി വരുന്ന നാളത്തെ ബാലസാഹിത്യം എങ്ങനെ വേണമെന്ന് നല്ല ധാരണയുള്ള കുട്ടികളാണ് ആ കുട്ടികൾ. മാഗസിൻ വരെ എങ്ങനെയാണ് 3D മാഗസിൻ വേണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. യൂറിക്ക എങ്ങനെ മാറ്റണം എന്ന് വെച്ചപ്പോൾ 3D ആക്കണം എന്ന്. അവർക്ക് ഐഡിയാസ് ഉണ്ട്, ധാരാളം ഐഡിയാസ് ഉണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ വായനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് ഒരു പക്ഷെ വരുന്നുണ്ടാവില്ല എനിക്ക് തോന്നുക. അപ്പം ഞാൻ ഇവിടെ സ്റ്റേറ്റ്സിലൊക്കെ പോയപ്പോൾ, US പോയപ്പോൾ അവിടെ കാനഡയിലൊക്കെ പോയിരുന്ന സമയത്ത് കണ്ട ഒരു പ്രത്യേകത, അവിടെ ഒരു LKG പ്രീ സ്കൂൾ ക്ലാസ്സുകൾ മുതൽക്ക് ലൈബ്രറി പീരീഡ് ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല, LKG മുതൽക്ക് ലൈബ്രറി പീരീഡ് ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം. ആ ഒരു അവർ എന്താ ഈ കുട്ടികൾ LKG കുട്ടികൾ പോയിട്ട് ലൈബ്രറി പോയിട്ട് പുസ്തകം വായിക്കുകയോ? അവരവിടെ പോയിട്ട് അവിടുത്തെ ലൈബ്രറികളാണ് എനിക്ക് സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം തോന്നിയിട്ടുള്ള ലൈബ്രറികളാണ്. ഏത് ലൈബ്രറി, മുതിർന്നവർക്കുള്ള ലൈബ്രറികളാണെങ്കിൽ പോലും അതിൽ വലിയൊരു സെക്ഷൻ, വലിയൊരു ഹാള് ചിൽഡ്രൻസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഷെൽഫ് മുഴുവനും 2 to 4, അടുത്ത ഷെൽഫ് മുഴുവൻ 4 to 6 എന്ന് പറഞ്ഞ് ഏജ് വയസ്സായിട്ട്
ഗ്രേഡ് ചെയ്തിട്ടുള്ള ബുക്സാണ്. നമ്മൾ കണ്ടാൽ നമുക്ക് കൊതി വന്നു പോകും. കാരണം ഭാഷ, ചിത്രങ്ങൾ, അവതരണം, അതിൻ്റെ ക്രാഫ്റ്റ് വർക്ക് എല്ലാം ഗ്രേഡ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് 17 വയസ്സ് വരെയുള്ള ഓരോ ഷെൽഫിലും. അത്രയും പുസ്തകങ്ങൾ. അപ്പോൾ ഒരു 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബുക്കായിരിക്കില്ല നമ്മൾ അടുത്ത ഷെൽഫ് പോകുമ്പോൾ. വളരെ വ്യത്യസ്തം. അപ്പോൾ അങ്ങനെ ഗ്രേഡ് തിരിച്ചിട്ടുള്ള ഷെൽഫ്സ്, ബുക്സ് വെച്ചിട്ടുള്ള ഷെൽഫ്സ് കാണുമ്പം കൊതിയാവും. അപ്പോൾ സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് ലൈബ്രറികൾ. ഇപ്പോൾ ഒരു LKG പോകുന്ന കുട്ടിക്ക് കുറേ ചിത്രങ്ങളുള്ള പുസ്തകങ്ങളാവും അവർ കൊടുക്കുക. ആ പുസ്തകം വെച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക. അവർ കുറച്ചും കൂടി മുതിരുമ്പോൾ നിർബന്ധമായിട്ടും ഒരു പുസ്തകം കൊണ്ടുപോയി വീട്ടിൽ നിന്ന് അമ്മ വായിച്ചു കൊടുത്ത് തിരിച്ചു വിടണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ലൈബ്രറി പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് ഒരു 1-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേ കുട്ടികൾ പഠിച്ചു പോകുന്നു. നമ്മളിവിടെ അങ്ങനെ ഏതെങ്കിലും ക്ലാസ്സിൽ ഒരു ലൈബ്രറി പീരീഡ് നമുക്കുണ്ടോ? വലിയ ക്ലാസ്സുകളിൽ പോലും നമ്മൾ ലൈബ്രറി പീരീഡ് കൊണ്ട് കൊടുക്കുന്നില്ല. വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. പുസ്തകങ്ങളിൽ കൂടെ കുട്ടികൾ സ്വന്തം വായിച്ച് വരണം, എന്നിട്ട് കഥ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പുസ്തകങ്ങൾ കൊടുത്തു വിടുന്നില്ല. LKG, UKG, 1-ാം ക്ലാസ്സോ മുതൽക്ക്. അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠനത്തിന് വായനയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന വെച്ചാൽ കുട്ടികൾ വായനയിലേക്ക് വരും. വായന അവരുടെ ഒരു ഭാഗം തന്നെയാവും. അപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഇപ്പം നാളത്തെ ബാലസാഹിത്യം എങ്ങനെ വേണമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ ബാലസാഹിത്യം എന്തെന്നുള്ളൊരു അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് വേണ്ടതായിട്ടുള്ള ചേഞ്ച് വരുത്താൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തു പോയത്. ശിവദാസൻ സാറിൻ്റെ മാഷ്ടെ ആ ലേഖനം കൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നിക്കാൻ ഇടയാക്കിയത്. താങ്ക് യു.